ഹായ് ഹലോ വെൽക്കം ടു മലയാളം സ്പീക്കിംഗ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ വളകാപ്പിനായിട്ട് ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബൈ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനും സമയമായി. അപ്പം എന്താണ് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പം അത്രയും പിന്നെ കാണാം. നമ്മളവിടെ പോകുന്നു ചേട്ടാ? കോവിൽപ്പെട്ടിൽ എൻ്റെ വീട്ടിൽ പോകണം. ആരെ കൊണ്ട്? കാണിച്ചു കൊണ്ട് ബേബിയെ കൊണ്ട് നമ്മൾ പോകണം. ഫസ്റ്റ് ടൈം നമ്മൾ 3 പേര് പോകണം. അപ്പോൾ പോയിട്ട് വരാം. ഹലോ, അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് മെഹന്തിയൊക്കെ ഇളക്കിയിട്ടുണ്ട്. ഇനിയും ചുമക്കാനുണ്ട് കേട്ടോ. മാത്രമല്ല എൻ്റെ കൈ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇട്ടതിനെ കളിച്ചിട്ട് ടാനും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ കളർ അറിയാനും കുറച്ച് പാടായിരിക്കും. എന്നാലും ഇനി ചുമക്കാണ്ട സമയം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഏകദേശം എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ ബ്രഷ് പണിയിട്ട് കുളിച്ചിട്ട് വന്നിട്ടുണ്ടേ. അങ്ങനെ ഞാനിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. കുളിച്ചുകൊണ്ട് തന്നെ ഞാൻ താഴെ പോയി പെട്ടെന്ന് പാൽ കുടിച്ചിട്ട് വീണ്ടും മേളിലേക്ക് വന്ന് റെഡി ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് മെറ്റേണിറ്റി വെയറും ആണ്, ഫീഡിങ് കുർത്തിയാണ്. ഇത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. 300 ആൻഡ് സംതിങ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതുപോലെ 7 ടോപ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. കളറൊക്കെ എല്ലാം എക്സാക്ട്ലി സെയിം ആയിരുന്നു. ആക്സറീസൊക്കെ ഞാൻ ഇത്രയും മാത്രമേ കൊണ്ടുപോകുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം അവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ കൊണ്ടുവരുന്നുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ ഒന്നും കോസ്മെറ്റിക്സ് ആയിട്ട് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കയ്യിൽ. 23 വർഷമായി ഞാൻ കാത് കുത്തിയിട്ട്. എന്നാലും നല്ല ചെറിയ സ്റ്റഡ് ഇട്ടിട്ട് വലിയ സ്റ്റഡ് ഇടുന്ന സമയത്ത് ഇതുപോലെ നല്ല വേദന ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ പോകുന്നത് കൊണ്ട് ഈ സൺസ്ക്രീനൊക്കെ മസ്റ്റാണ്. കാരണം തമിഴ്നാട് ബോർഡർ എത്തി കുറച്ച് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് നല്ല വെയിലുമായിരിക്കും കാറ്റുമായിരിക്കും. അപ്പോൾ ഫേസ് നന്നായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയൊക്കെ ആയതുകൊണ്ട് അധികം പുറത്തിറങ്ങാത്തതുകൊണ്ട് ഫേസൊക്കെ നല്ല രീതിയിൽ ഇരിപ്പുണ്ട് സ്കിന്നൊക്കെ. അപ്പോൾ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സ്കിന്ന് നന്നായിട്ട് പ്രെപ്പ് ചെയ്തു. പിന്നെ ആദ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പ്രഗ്നൻ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് ഒരുങ്ങിയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ പോയി എങ്ങനെ എത്തും എന്ന് അറിയില്ല. എന്നാലും അത്യാവശ്യം നല്ല ഒരുങ്ങി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഐബ്രോസൊക്കെ ഫില്ല് ചെയ്തു, ഐലൈനർ കൊടുത്തു, ചെറിയൊരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് കൊടുത്തു, പൊട്ട് വെച്ചു, പിന്നെ നമ്മുടെ കുങ്കുമം നെറ്റിയിലിട്ടു. അപ്പോൾ ഞാൻ ഇത് മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ ഞാൻ പോയ സമയത്ത് എനിക്ക് കിട്ടിയ ബോക്സാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സ്ഥിരം തലകെട്ടും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴോട്ട് പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നമുക്ക് ട്രെയിനിൽ ഒരുപാട് നേരം ട്രാവൽ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുകളിലേക്ക് വന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെട്ടിയിൽ എൻ്റെ കുറച്ച് തിങ്സ് കൂടെ വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് താഴോട്ട് പോയി നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിലിരുന്ന് കഴിക്കാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഐറ്റമാണ്, ലെമൺ റൈസും ചമ്മന്തിയും കൂടെ അരച്ചിട്ട് ഞാൻ കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് കഴിക്കുന്ന സമയത്ത് കൂടെ ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വയറ് നമുക്ക് എപ്പോഴും നന്നായി ഫില്ലായിട്ടിരിക്കണം. ട്രാവലിംഗ് ടൈമാണ്, ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട്, ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെ ബോഡി പെയിൻ എടുക്കുമോ അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. നിർത്തിയിട്ടേക്കണ വണ്ടിയായിരുന്നു കേട്ടോ. പിന്നെ മാസ്ക് കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. അങ്ങനെ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിനാണ്, പലരും വരുന്ന ട്രെയിനാണ്. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടിരിക്കുക. ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് സൂക്ഷിക്കുക. നമുക്ക് ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് റെസ്റ്റ് റൂം നമുക്ക് കോൺസ്റ്റൻ്റ്ലി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സീറ്റിൽ. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് ഇരുന്നും കിടന്നും ഒക്കെ നമുക്ക് ഇഷ്ടത്തിന് പോവാം എന്നുള്ളൊരിതായിരുന്നു. കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഭയങ്കര രീതിയിലുള്ള കുലുക്കങ്ങളൊന്നുമില്ല. എനിക്ക് ട്രെയിനിൽ ചെറിയൊരു ഷേക്കിംഗ് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നു. പിന്നെ എനിക്ക് പറഞ്ഞല്ലോ, നമുക്ക് ലാസ്റ്റ് മന്ത് ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിശപ്പൊക്കെ വരുന്നത്. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കേണ്ട സമയം കൂടിയാണ്. ഇപ്പോൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ഏകദേശം ഒരു
ഒരു മിഡിലെത്തിയിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഇതുപോലെ തന്നെ നല്ല സീനറീസൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് ഹാൻഡ്സൊക്കെ വാഷ് ചെയ്ത് ഞാൻ ലെമൺ റൈസ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എടുത്തു കേട്ടോ. ഇത് ഭയങ്കര കംഫർട്ടബിളാണ്, നമുക്ക് നല്ല വയറും നിറയും, നല്ല ടേസ്റ്റുള്ള ഫുഡും ആയിരിക്കും. വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് കഴിക്കുകയും ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇത് എൻ്റെ മദർ ഇൻ ലോ ആണ് എനിക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അതിനുശേഷം ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് എനിക്ക് വിശക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലെമൺ റൈസ് ആയിരുന്നു എപ്പോഴും പാക്ക് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇന്നും കൊണ്ടുപോയത്. അവിടെ ഫുഡ് ഉണ്ടായിരിക്കും, എന്നാലും അത്രയും സമയം നമുക്ക് വിശന്നിരിക്കാൻ പാടില്ല ഈ സമയത്ത്, അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്തു. പിന്നെ നമുക്ക് നല്ല കാറ്റൊക്കെ അടിച്ചപ്പോൾ മനസ്സിലായി സ്ഥലം എത്താറായി എന്ന്. കാരണം എത്താറാകുമ്പോൾ അവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. പിന്നെ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി. അവിടെ മാമി എനിക്ക് മട്ടൻ കറി, ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസമായി, ഏകദേശം ഒരു 8 months ആയി മാമി വെച്ച ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ നമ്മുടെ രസം, മാമിയുടെ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ വീട്ടിലെ ടോമി, പെറ്റ് ഡോഗാണ്. ഇവ ഭയങ്കര മടിയനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പുതിയതായിട്ടൊരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ അവിടെ. അപ്പോൾ അത് എങ്ങനെയാണ്, പണിയൊക്കെ എങ്ങനെയായി എന്നൊക്കെ നോക്കി. ഇതാണ് വീട്, ഫുൾ പണിയൊന്നും ആയിട്ടില്ല. എന്നാലും അതൊക്കെ കണ്ട് അവിടുത്തെ അമ്മൂമ്മേനെയൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോയി. ട്രെയിൻ ട്രാവലല്ലേ, ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആവണമെന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോണവരെ, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുന്നവരെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. വളകാപ്പിന് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കും. വള, അതേ ഇതുപോലെ മഞ്ഞക്കയറ്, നമ്മുടെ മഞ്ഞപ്പൊടി, കുങ്കുമം, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ പാത്രമുണ്ട്, നമ്മൾ റിട്ടേൺ ഗിഫ്റ്റായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും, ടിഫിൻ ബോക്സ് ആണെങ്കിൽ അങ്ങനെ, നമുക്ക് പ്ലേറ്റ് ആണെങ്കിൽ അങ്ങനെ, എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ഗിഫ്റ്റിൽ കൊടുക്കാം. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന പലഹാരം, പൂവ്, ഇത്രയും ചേർത്തൊരു യെല്ലോ കിറ്റിൽ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വേണമായിരുന്നു ഓരോ കവറിലാക്കി പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ തലേദിവസം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന പാത്രമായിട്ട് വരുന്നത്. ഒരു പ്ലേറ്റാണ്, നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് യൂസ് ചെയ്യാം. ടിഫിൻ ബോക്സ് ആയിട്ടോ ചെറിയ ചെറിയ ഗ്ലാസ് ആയിട്ടോ എങ്ങനെയായിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു റിട്ടേൺ ഗിഫ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഉച്ചക്കത്തെ കറി വെച്ചിട്ട് ഈവനിങ് മാമി എനിക്ക് അട ഉണ്ടാക്കി തന്നു, വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അട. പിന്നെ നൈറ്റ് ഫുഡ് കഴിച്ചൊന്ന് വീഡിയോ എടുക്കാനായിട്ട് മറന്നു. പിന്നെ ഞാൻ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പാൽ കുടിച്ചു, ടാബ്ലറ്റൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പഴമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ കിടന്നത്. പിന്നെ ഇനി അങ്ങോട്ട് വളകാപ്പിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗുമായിട്ടൊക്കെ വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത്, ടേക്ക് കെയർ, ബൈ.